പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധം അയൽരാജ്യമായ പാകിസ്ഥാനെ അത്ഭുതപൂർവമായ ആഭ്യന്തര നയതന്ത്ര പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ തള്ളിയിട്ടിരിക്കുന്നത്. കറാച്ചി മുതൽ ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ വരെ ആളിപ്പടരുന്ന ഷിയ പ്രതിഷേധങ്ങൾ പാക് ഭരണകൂടത്തിന്റെ നിയന്ത്രണം തെറ്റിക്കുന്ന അവസ്ഥയിലാണ്. ഒരു വശത്ത് ഇറാനുമായുള്ള സാംസ്കാരിക അതിർത്തി ബന്ധങ്ങളും മറുവശത്ത് അമേരിക്കയുമായുള്ള തന്ത്രപരമായ കൂട്ടുകെട്ടും പാകിസ്ഥാനെ രണ്ട് തോണിയിൽ കാലുവെച്ച അവസ്ഥയിലാക്കുന്നതാണ്. ആഭ്യന്തര കലാപം അടിച്ചമർത്താൻ സൈന്യം തെരുവിലിറങ്ങുമ്പോൾ വിഘടനവാദി ഗ്രൂപ്പുകളുടെ സജീവമാകലും സാമ്പത്തിക തകർച്ചയും പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഭീഷണിയായി മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഷിയ വിഭാഗക്കാർ നടത്തുന്ന വൻ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നത്. ഈ പ്രതിഷേധങ്ങളെ തുടർന്ന് പാക് ഭരണകൂടം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കറാച്ചി മുതൽ ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ വരെ പടരുന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് രാജ്യത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കർഫ്യൂ വരെ ഏർപ്പെടുത്തി കഴിഞ്ഞു. കറാച്ചിയിൽ കലാപകാരികൾക്കെതിരായ പോലീസ് നടപടിയിൽ ഇതുവരെ 20-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനുമായുള്ള 909 കിലോമീറ്റർ അതിർത്തിയിൽ സംഘർഷ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണെന്ന് ചുരുക്കം. യുദ്ധത്തിൽ ഇറാനെ പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. എന്നാൽ US-നെ പിഴക്കാൻ സാധിക്കില്ലെന്ന പ്രതിസന്ധി ഘട്ടത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഷിയ വിഭാഗക്കാർ നടത്തുന്ന US കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ ശക്തമായി പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. ഇത് ആഭ്യന്തര കലാപത്തിലേക്ക് എത്തിക്കുമോ എന്നാണ് പാകിസ്ഥാൻ ഭയക്കുന്നത്. അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി തർക്കങ്ങളും ഇന്ത്യയുമായുള്ള നിയന്ത്രണ രേഖയിലെ അസ്വസ്ഥതകളും പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഷിയ പ്രതിഷേധങ്ങൾക്ക് പുറമെ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ, ബലൂച്ച് വിമത ഗ്രൂപ്പുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളും പാകിസ്ഥാന് ഭീഷണിയായി മാറിയിരിക്കുന്നു. ഇറാനെതിരെ ഇസ്രായേലും US നടത്തുന്ന ആക്രമണങ്ങൾ ഇറാന്റെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ അസ്ഥിരതയ്ക്ക് കാരണമാകും. ഇത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലും വിഘടനവാദി വികാരം ശക്തമാക്കാൻ ഇടയാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണിപ്പോൾ. സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ ധ്രുവീകരണവും നേരിടുന്ന പാകിസ്ഥാന് ഖമനേയുടെ വധത്തെ തുടർന്നുണ്ടായ ഈ പുതിയ സാഹചര്യങ്ങൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും നേരത്തെ നിശ്ചയിച്ചിരുന്ന റഷ്യൻ സന്ദർശനം വരെ റദ്ദാക്കി കഴിഞ്ഞു. മാർച്ച് 2 മുതൽ 5 വരെയായിരുന്നു ഇരുവരുടെയും റഷ്യ സന്ദർശനം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല സുരക്ഷാ യോഗങ്ങൾ ചേർന്നു. സൈനിക മേധാവി അസീം മുനീർ റാവൽപിണ്ടിയിലെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ ജനറൽമാരുടെ രഹസ്യ യോഗം വിളിച്ചു ചേർത്തു. നാവിക വ്യോമസേനകളോട് സജ്ജരായിരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഖമേനിയുടെ വധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ഭൂകമ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നിപരീക്ഷ തന്നെയാണ്. പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും തങ്ങളുടെ വിദേശയാത്രകൾ വരെ റദ്ദാക്കി രാജ്യത്തിന്റെ സുരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നത് കൂടിയാണ്. ആഭ്യന്തര കലാപം ഒരു വശത്തും അതിർത്തിയിലെ വിഘടനവാദി നീക്കങ്ങൾ മറുവശത്തും പാകിസ്ഥാനെ വരിഞ്ഞു മുറുകുകയാണ്. അമേരിക്കയെയും ഇറാനെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുക എന്നത് പാകിസ്ഥാനെ അസാധ്യമായ ഒന്നായി മാറിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൃത്യമായ നിയന്ത്രണ തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ മേഖലയിൽ ഏറ്റവും വലിയ തകർച്ച നേരിടുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറിയേക്കാം. നോക്കൂ, പാകിസ്ഥാനില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അതിലൊന്ന് അയൽക്കാരുമായുള്ള പ്രശ്നങ്ങളാണ്. അതായത് നിരന്തരം കലാപങ്ങൾ അഫ്ഗാനിസ്ഥാനുമായും ഇന്ത്യയുമായും മറ്റ് അയൽരാജ്യങ്ങളുമായൊന്നും പാകിസ്ഥാൻ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ഇതിനു പുറമെ പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപവും നമുക്കറിയാം. ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഈ അടുത്ത കാലത്ത് ഒരുപാട് കലാപങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട്. തെഹ്രീക്കെ താലിബാനുമായി നിരന്തര പ്രശ്നങ്ങളാണ്. ഇത് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമാണ്. ഇനി രണ്ടാമത്തേത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നം കൂടിയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി, അരസ്ഥിതാവസ്ഥ, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പട്ടിണി, ജനങ്ങൾക്ക് മതിയായ വിഭവങ്ങൾ നൽകാൻ പറ്റാതിരിക്കൽ, ഇതിനെല്ലാം പുറമെ പലതരത്തിലുള്ള രോഗങ്ങളും പാകിസ്ഥാനെ വേട്ടയാടുന്നുണ്ട്. ഇപ്പൊ ഖമനേയുടെ മരണം പോലും പാകിസ്ഥാന് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 20-ലധികം പേർ ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. വരുന്ന മണിക്കൂറുകളിൽ ഇതിന്റെ എണ്ണം കൂടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഫീൽഡ് മാർഷൽ അസീം മുനീറും എല്ലാം പ്രധാനപ്പെട്ട ഒരു റഷ്യ സന്ദർശനം, അതായത് ഒരു വിദേശ രാജ്യം സന്ദർശിക്കൽ റദ്ദാക്കി പാകിസ്ഥാനിൽ തുടരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും പാകിസ്ഥാനെ വല്ലാതെ വലയ്ക്കുകയാണ് ഖമേനിയുടെ വധം.